നമ്മുടെ നിയമസഭാ കാൻഡിഡേറ്റിൻ്റെ പ്രഖ്യാപനം വഴിയാണ്. എങ്ങനെയാണ് ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വളരെ കുറച്ച് ദിവസമാണ് നമുക്ക് കിട്ടിയത്. അത് കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ കൺവെൻഷൻ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതോടനുബന്ധിച്ചാണല്ലോ പെരുന്നാൾ വന്നത്. പെരുന്നാൾ വന്നേക്കുമ്പോൾ എല്ലാവരും ടൂറിൽ പോകുന്ന സമയത്ത് പല കൺവെൻഷനിൽ നമുക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ല, ഇപ്പോൾ ഇന്ന് 3 പഞ്ചായത്തിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലപ്പുഴ 4 മണിക്ക് വല്ലപ്പുഴ തുടങ്ങും, കുലുക്കല്ലൂർ, പട്ടാമ്പി, ഇന്ന് 3 കൺവെൻഷൻ നടക്കുന്നുണ്ട്. നാളെയും 3 കൺവെൻഷൻ നടക്കുന്നുണ്ട്. പിന്നെ ചില കൺവെൻഷൻ നമ്മൾ മാറ്റിയത്, ചിലരൊക്കെ ടൂർ പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തായാലും പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും നല്ലൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൺവെൻഷനുകൾ മാറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം തിരുവേഗപ്പുറയാണ് ഒന്ന് മാറ്റിയിട്ടുള്ളത്. അവിടെ പിന്നെ ലീഗുമായി ബന്ധപ്പെട്ടിട്ട് പ്രവർത്തകരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളോ കാര്യങ്ങളോ? അല്ല, അത്തരത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ ഇവിടെ ഇല്ല. കാരണം ഇപ്പോൾ കൊപ്പത്തെ കൺവെൻഷൻ നമ്മൾ മാറ്റിയിരിക്കുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൂർ പോയത് കാരണം എല്ലാവരും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിപുലമായ കൺവെൻഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡേറ്റ് മാറ്റുന്നത്. വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഇത്തരത്തിലൊക്കെ പറയുമ്പോഴും പൊതുവെ സോഷ്യൽ മീഡിയയിലാണെങ്കിലൊക്കെ ഈ തിരുവേഗപ്പുറ എന്ന് പറയുമ്പോൾ അവിടുത്തെ വിഷയങ്ങൾ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പ്രതിഫലിക്കുന്നുണ്ട്. ആ പ്രതിഫലനത്തിലുള്ള പിന്നെ ആളുകളിലേക്ക് ഇപ്പോൾ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞിട്ടാണ് നിലവിൽ അവിടെ നിൽക്കുന്നത്. അതിനുള്ള എന്തെങ്കിലും പ്രശ്നപരിഹാരങ്ങളോ അല്ലെങ്കിൽ സംസാരങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്? ഇല്ല, അത്രയും ഒരു വിഷയം ഇവിടെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ നിങ്ങൾ വിചാരിക്കുന്ന ഒരു രൂപത്തിലൊരു വിഷയം ഉണ്ടായില്ല. തിരുവേപ്പുറ പഞ്ചായത്തിൽ എന്തായാലും 24-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി മിക്കവാറും കൺവെൻഷൻ വിളിക്കും. യാതൊരു സംശയമില്ല. അതിൽ എല്ലാവരും പങ്കെടുക്കുകയും ചെയ്യും. ഈ MA സമദ് പങ്കെടുക്കും? സമദ് മുമ്പന്തിയിലുണ്ടാവും. സമദ് പിന്നെ അത്തരത്തിൽ പിന്നെ പങ്കെടുക്കില്ല എന്നുള്ളൊരു റിപ്പോർട്ടും കാര്യങ്ങളും ഇല്ല, തെറ്റാണ്. സംസാരിച്ചിരുന്നോ? ആ, സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 ടേമും സമദിൻ്റെ പേര് വന്നിരുന്നു, അതിൽ തഴയപ്പെട്ടു എന്നുള്ളതുണ്ട്. അത് ജില്ലാ നേതൃത്വം ആ പേര് വെട്ടി അത് തെറ്റാണ്. ജില്ലാ പ്രസിഡന്റിനെതിരെ പ്രവർത്തകരുടെ ആക്ഷേപമുണ്ട്. ഇല്ല, അത് വാട്സപ്പിൽ ഓരോരുത്തർ അയക്കുന്ന കാര്യങ്ങളല്ലേ. വാട്സപ്പിൽ വേറെ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ഈ പ്രസ്താവനകൾ ഇരിക്കുന്നത്. യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും സ്ഥാനത്ത് ഇരിക്കുന്ന ആളുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ. അതെങ്ങനെ തള്ളാൻ കഴിയും? അവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് വിഷയം. പാർട്ടിയുടെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല. അവർ പുറത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ വെറുതെ അടിച്ചു വിടുക എന്ന് മാത്രമേ ഉള്ളൂ. ജില്ലാ പ്രസിഡന്റ് പട്ടാമ്പി മണ്ഡലത്തിലെത്തിയ അത് തടയേണ്ട രീതിയിലേക്ക് പോകും എന്നുള്ള രീതിയിലുള്ള വാക്കുകളടക്കം യൂസ് ചെയ്തിട്ടാണ്. മുസ്ലിം ലീഗിന്റെ പാർട്ടിയിലും ഉണ്ടാവില്ല, അത്തരത്തിലുണ്ടാവില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക ഇപ്പോൾ നിലവിൽ എന്താണ്? പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്നു. നിലവിൽ പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് കിട്ടിയ വിവരം. അത് തെറ്റാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് കിട്ടിയ ഇത് തെറ്റാന്നുള്ള അഭിപ്രായം. സംസ്ഥാന നേതൃത്വത്തെ ഈ വിഷയം അറിയിച്ചിരുന്നോ? സംസ്ഥാന നേതൃത്വത്തിന് അറിയാലോ, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അറിയാലോ. ഇപ്പൊ ഈ പട്ടാമ്പി സീറ്റ് പിന്നെ ലീഗിന് കിട്ടും എന്നുള്ള ഇതിലുണ്ടായിരുന്നു. പക്ഷെ സംവിധാനം കോൺഗ്രസിന് കൊടുത്തു. പക്ഷെ ഇതില് നിൽക്കുമ്പോഴും ലീഗിന്റെ നേതൃനിരയിലുള്ള ആളുകൾ തന്നെ കൃത്യമായിട്ട് ഇതിനെ എതിർത്തു എന്നുള്ളതാണ് പറയുന്നത്. തെറ്റാണ്. സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എന്ന നിലയ്ക്ക് ഞാനടക്കം അതിൽ ബന്ധപ്പെട്ട വിഷയമുണ്ട്. പാർട്ടി തിരുവമ്പാടി അവിടെ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് പട്ടാമ്പി കിട്ടാത്തത്. തിരുവമ്പാടി കോൺഗ്രസിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പട്ടാമ്പി ലീഗിന് കിട്ടും. പിന്നെ അറിയാലോ എത്ര സീറ്റാ? 27 സീറ്റല്ലേ മുസ്ലിം ലീഗിനുള്ളത്. MA സമദ് ഇറങ്ങുമെന്നാണ് പറയുന്നത്. MA സമദ് ഞങ്ങളുടെ മുമ്പിലുണ്ടാവും. ഞങ്ങളുടെ നേതാവാണ് MA സമദ്. ഇറങ്ങും എന്ന് ഉറപ്പാണ്? യാതൊരു സംശയമില്ല. എന്ത് കാര്യമാണ് പിന്നെ മൂപ്പരോട് ഈ ഒരു സംസാരിച്ചിട്ടുള്ളത് നിലവിൽ ഈ വിഷയം തീർക്കും? അത് നിങ്ങളോട് പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവുമല്ലോ. എന്ത് പരിഹാര നിർദ്ദേശങ്ങൾ ഉണ്ടാവുമല്ലോ. പാർട്ടിയിൽ അങ്ങനെ ഇല്ലല്ലോ. സമദ് പാർട്ടിയുടെ ഉന്നത, എന്നേക്കാൾ സീനിയർ അല്ലേ സമദ്. ഇപ്പോഴും പ്രവർത്തകരെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടാൻ കഴിയുമെന്നുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ലീഡ് പ്രതീക്ഷിക്കുന്ന തിരുവേഗപ്പുറ അതേപോലെ പട്ടാമ്പിയുള്ള മുനിസിപ്പാലിറ്റിയുള്ള ഇടങ്ങളാണ്. ഇതിൽ ഇപ്പോഴും പ്രവർത്തകർ തിരുവേഗപ്പുറയിൽ പ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടില്ല. അതിന് ഇപ്പോൾ എത്ര പരിഹരിച്ചു എന്ന് പറയുമ്പോഴും ആ ഒരു പ്രവർത്തന രംഗത്തേക്ക് അവരതാക്കാൻ ഇറങ്ങും എന്നുള്ളതാണ്. കൺവെൻഷൻ തുടങ്ങുന്നതോട് കൂടിയിട്ട് വരില്ലത്. കൺവെൻഷനും ബൂത്ത് കമ്മിറ്റിയും കുടുംബ പിന്നെ യോഗങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കയറി വരും. ഇതൊക്കെ തുടങ്ങണമെന്നല്ലേ ഉള്ളൂ. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തരാം റിപ്പോർട്ട്.
അപ്പോൾ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. UDF ഒറ്റക്കെട്ടായി പോവും. സ്ഥാനാർത്ഥി വമ്പൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും. The Young Entrepreneur Award goes to എന്ത് സമയം തരാൻ? കരിയർ ആയിരുന്നില്ല നിന്റെ എക്സ്ക്യൂസ്. അമ്മ. ഇപ്പോ എന്റെ ഡ്രീം കല്യാണം അല്ല അമ്മ. കേട്ടില്ലേ ഇത്? എത്ര കൂളായിട്ടാ മോള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. കല്യാണം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. ശരിയാണ്. അതിൽ ചില സ്വപ്നങ്ങളെങ്കിലും യാഥാർത്ഥ്യമാക്കലാണ് ഇനി എന്റെ ചലഞ്ച്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.